എന്നെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥത്തിലൊരു പഴയ കാലത്തെ ഒരുപാട് ഓർമ്മകൾ തിരിച്ചു വരുന്ന ഒരു സന്ദർഭമാണിത്. അഡ്വക്കേറ്റ് ഹബീബ് റഹ്മാൻ അന്തരിച്ചു പോകുന്ന സമയത്ത് ഞാൻ പത്രപ്രവർത്തകനായിട്ട് കേരളത്തിന് പുറത്ത് ജോലി ചെയ്യുന്ന ഒരു സന്ദർഭമായിരുന്നു അത്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അവസാന കാലത്ത് അദ്ദേഹത്തെ കാണാനോ വിട പറയാനോ എനിക്ക് അവസരം കിട്ടിയിട്ടില്ല. പക്ഷെ അതിന് ഒരു 10 വർഷം മുമ്പ് ഏതാണ്ട് 79-80 കാലത്ത് അദ്ദേഹവുമായിട്ട് വളരെയേറെ അടുത്ത് ഇടപെടാനും ബന്ധപ്പെടാനുമുള്ള അവസരം ഒരു വിദ്യാർത്ഥി പ്രവർത്തകൻ എന്ന നിലയ്ക്ക് എനിക്ക് കിട്ടിയിരുന്നു. അന്ന് അദ്ദേഹം MSFൻ്റെ അനിഷേധ്യനായ നേതാവാണ്. MES ഹോസ്റ്റലിൽ അദ്ദേഹത്തിൻ്റെ മുറിയിൽ പലതവണ എനിക്കും പോവേണ്ടി വന്നിട്ടുണ്ട്. അതിന് കാരണം കേരളത്തിൻ്റെ വിദ്യാർത്ഥി ചരിത്രത്തിൽ ആദ്യമായിട്ട് കേരളത്തിലെ ഇടതുപക്ഷ വിദ്യാർത്ഥി പ്രസ്ഥാനം എന്ന പേരിൽ അറിയപ്പെടുന്ന SFIയും മുസ്ലിം ലീഗിൻ്റെ വിദ്യാർത്ഥി പ്രസ്ഥാനമായ MSFും ചേർന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂണിയനിൽ ഒരു ഐക്യമുന്നണി സ്ഥാപിക്കാൻ തീരുമാനിച്ചു എന്നുള്ളതാണ്. സത്യത്തിൽ അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചരിത്ര സംഭവമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. കാരണം 67-69 കാലത്ത് കേരളത്തിൽ EMS നമ്പൂതിരിപ്പാടിൻ്റെ ലീഡർഷിപ്പിൽ സപ്തകക്ഷി മുന്നണി വന്നതിന് ശേഷം 69-ൽ ആ സപ്തകക്ഷി മുന്നണിയും മന്ത്രിസഭയും തകർന്നതിന് ശേഷം മുസ്ലിം ലീഗ് CPIയുമായിട്ടല്ലാതെ CPMുമായിട്ടോ അതിൻ്റെ സഖ്യ വിഭാഗമായി വിദ്യാർത്ഥി യുവജന വിഭാഗവുമായിട്ടോ ഒരു തരത്തിലുള്ള ബന്ധങ്ങളും അവർക്കുണ്ടായിരുന്നില്ല. രണ്ട് കൈവഴികളിലൂടെ പോവുകയായിരുന്നു. ഒരു വലിയ പരിധി വരെ CPMൻ്റെ ഏറ്റവും വലിയ എതിരാളി മലബാറിലെങ്കിലും അക്കാലത്ത് മുസ്ലിം ലീഗും അതിൻ്റെ വിദ്യാർത്ഥി യുവജന വിഭാഗങ്ങളുമായിരുന്നു. CPMമാർ പലരും കരുതിയത് ഞങ്ങൾ മുസ്ലിം ലീഗിനെ അധികാരത്തിലേക്ക് കൊണ്ടുവന്നു, കോൺഗ്രസ്സുകാർ ഒരു കാലത്തും അവർക്ക് അധികാരപ്രാപ്തി നൽകിയില്ല, പക്ഷെ എന്നിട്ടും മുസ്ലിം ലീഗ് ഞങ്ങളെ വല്ലാതെ വഞ്ചിച്ചു കളഞ്ഞു എന്ന ഒരു മനപ്രയാസം അല്ലെങ്കിൽ ഒരു പരാതി അക്കാലത്തുള്ള ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളിൽ CPM പോലെയുള്ള യുവജന വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളൊക്കെ വ്യാപകമായിട്ടുണ്ടായിരുന്നു. അത്തരം മുൻവിധികളെ മറികടന്നുകൊണ്ട് ഇടതുപക്ഷ വിദ്യാർത്ഥി ജനതയടക്കം SFI വിദ്യാർത്ഥി നേതാവ് ASF തുടങ്ങിയ ഒരു സഖ്യത്തിലേക്ക് MSFനെ കൊണ്ടുവരാനുള്ള ഏറ്റവും ചരിത്രപരമായിട്ടുള്ള തീരുമാനമെടുത്തത് ഹബീബ് റഹ്മാൻ അടക്കമുള്ള നേതാക്കളാണ്. അന്ന് SFIയുടെ നേതാക്കളായിരുന്ന CP ജോൺ, അതുപോലെ P ശശി തുടങ്ങിയ ആളുകളൊക്കെ തന്നെ അതിനെ താൽക്കാലികമായിട്ടുള്ള ഒരു സഖ്യം എന്ന നിലയിലാണ് കണ്ടത് എന്നാണ് അന്ന് അതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ ചുമതല ഏറ്റെടുക്കാൻ ബാധ്യസ്ഥനായ എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷെ ഇന്നിപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ യഥാർത്ഥത്തിൽ വളരെ നിർണായകമായ ഒരു ചരിത്ര സന്ദർഭമായിരുന്നു അത്. കാരണം എന്താണ് നമ്മുടെ നാട്ടിലുള്ള മുസ്ലിങ്ങളും മറ്റ് കീഴാള ജനവിഭാഗങ്ങളും തമ്മിലുള്ള ബന്ധത്തിൻ്റെ അടിത്തറ? മലബാറിലെങ്കിലും അത് വളരെ ശക്തമായിട്ടുള്ള സാമൂഹികവും രാഷ്ട്രീയവും ആയിട്ടുള്ള ദീർഘമായിട്ടൊരു പാരമ്പര്യത്തിൻ്റെ ഭാഗമായിരുന്നതാണ്. മുസ്ലിം ലീഗ് ആയാലും ശരി, കമ്മ്യൂണിസ്റ്റുകാരായാലും ശരി, ഈ പ്രദേശത്തുള്ള ഏറ്റവും താഴെയുള്ള, ഏറ്റവും കീഴാളരായ, ഏറ്റവും അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങളുടെ താല്പര്യങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അവരെ ശാക്തീകരിക്കാനാണ് യഥാർത്ഥത്തിൽ ശ്രമിച്ചിട്ടുള്ളത്. മുസ്ലിം ലീഗിൻ്റെ ചരിത്രം നോക്കിയാൽ ഈ ഏറനാട്, വള്ളുവനാട്, കോഴിക്കോട് താലൂക്കുകളിൽ 50കൾ മുതൽ അവർ നടത്തിയ അതിശക്തമായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനവും അതിൻ്റെ ഭാഗമായ ശാക്തീകരണവും അധികാരപ്രവേശവുമാണ് ഇന്ന് ഇന്ത്യയിൽ മുസ്ലിം സമുദായത്തിന് എല്ലാവിധ പ്രതിസന്ധികൾക്കിടയിലും
തലയുയർത്തി നിൽക്കാൻ, ഇന്ത്യയുടെ പൊതുമണ്ഡലത്തിൽ തങ്ങളുടെ നിലപാടുകൾ ശക്തമായിട്ട് പറയാനുള്ള അവസരം നൽകിയത്. ഇതൊരു വസ്തുതയാണ്. അന്ന് ഖായിദമിലത്ത് അടക്കമുള്ള ആളുകൾ അങ്ങനെയൊരു നിലപാട് എടുത്തിരുന്നില്ലെങ്കിൽ, ഞാൻ ചോദിക്കട്ടെ, ബംഗാളിൽ, ബീഹാറിൽ, യു പിയിൽ ഇങ്ങനെയുള്ള സംസ്ഥാനങ്ങളിൽ കേരളത്തിലുള്ള അത്രയോ അതിനേക്കാൾ കൂടുതലോ മുസ്ലിങ്ങളുണ്ട്. പക്ഷേ ആ പ്രദേശത്തു നിന്ന് ഒരിക്കൽ പോലും ഒരു കാലത്ത് പോലും ഇന്ത്യയിലെ ഏറ്റവും സങ്കീർണമായ അവസ്ഥയിൽ മുസ്ലിം സമുദായത്തിൻ്റെ യഥാർത്ഥ താല്പര്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ദേശീയ തലത്തിൽ സംസാരിക്കാൻ, ശബ്ദമുയർത്താനുള്ള ഒരു ലീഡർഷിപ്പ് ഉയർന്നു വന്നിട്ടില്ല എന്നുള്ള വാസ്തവം. അതുകൊണ്ട് അതിന് ഏറ്റവും സഹായകമായിട്ടുള്ള ഒരു രാഷ്ട്രീയ സഖ്യം എന്ന് പറയുന്നത് ഇടതുപക്ഷവുമായിട്ടാണ് വേണ്ടത് എന്ന് 65-66 കാലത്ത് CHനെ പോലുള്ള ആളുകളാണ് ആ തീരുമാനമെടുത്തത്. അങ്ങനെയാണ് അവർ മദ്രാസ് പ്രമേയം എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട പ്രമേയം കൊണ്ടുവന്നത്. പക്ഷേ താൽക്കാലികമായ ചില രാഷ്ട്രീയ പ്രശ്നങ്ങളുടെ പേരിൽ അത് ഇല്ലാതെ പോയി, തകർന്നു പോയി. പക്ഷേ ആ ഒരു രാഷ്ട്രീയത്തിൻ്റെ അജണ്ട, ആ ഒരു രാഷ്ട്രീയത്തിൻ്റെ കൃത്യമായിട്ടുള്ള ദിശാബോധം തിരിച്ചു കൊണ്ടുവരുന്നതിൽ ഹബീബ് റഹ്മാൻ അടക്കമുള്ള MSF നേതാക്കൾ നിർണായകമായ ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട്. അതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ രാഷ്ട്രീയ സംഭാവനയായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. മാത്രമല്ല 65, 67, 69 കാലത്ത് 2 വർഷം കൊണ്ട് ആ മുന്നണി തകർന്നെങ്കിൽ ഈ മുന്നണി തകർന്നില്ല. കാരണം അതിൻ്റെ അടുത്ത ഇതിലുണ്ടായിരുന്ന ആൾ അബ്ദുള്ള മണപ്പുറത്തിനെ പോലെ ആളുകൾ ഇവിടെ ഉണ്ട്. ആ മുന്നണി തുടരുകയുണ്ടായത്, ആ സഖ്യം തുടരുകയുണ്ടായത്. അപ്പം ആ നിലയിൽ നോക്കിയാൽ യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ യുവജനങ്ങൾക്കിടയിൽ, യുവസമൂഹത്തിനിടയിൽ വ്യത്യസ്തമായ നിലയിൽ ചിന്തിക്കുന്ന ഒരു പുതിയ രാഷ്ട്രീയ ബോധം, പരസ്പരം കലഹിക്കലല്ല, ഒന്നിച്ച് നിൽക്കലാണ് പ്രധാനം എന്ന ബോധം ഉണ്ടാക്കിയെടുക്കുന്ന ഒരു കാലഘട്ടത്തെയാണ് അത് ഓർമ്മിപ്പിക്കുന്നത്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രസക്തിയായിട്ട് ഞാൻ ഇന്ന് തിരിഞ്ഞു കാണുന്നത്. കാരണം കഴിഞ്ഞ 40 കൊല്ലത്തിനിടയിൽ സംഭവിച്ചിരിക്കുന്ന സാമൂഹിക മാറ്റങ്ങൾ, അതിൻ്റെ ദുരന്തങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കണം. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ കാലത്ത്, അതിന് തൊട്ട് മുമ്പ്, ഞങ്ങളൊക്കെ ഈ മലബാറിൽ പ്രവർത്തിച്ചിട്ടുള്ള ആളുകളാണ്, മലബാറിൽ ജനിച്ചു വളർന്ന ആളുകളാണ്, കീഴാള സമൂഹങ്ങളിൽപ്പെട്ട ആളുകളാണ്. മുസ്ലിങ്ങൾ ഞങ്ങളുടെ അയൽവക്കത്തുകാരായിരുന്നു. ഞങ്ങളുടെയൊക്കെ വില്ലേജിൽ എന്ത് തരത്തിലുള്ള പ്രതിസന്ധിയായാലും, ഏത് കുടുംബത്തിലൊരു പ്രതിസന്ധി ഉണ്ടായാലും ആദ്യം ഓടി ചെല്ലുന്നത് തൊട്ടടുത്തുള്ള മുസ്ലിം കുടുംബങ്ങളിലേക്കാണ്. കാരണം അങ്ങനെയാണ് ആ ബന്ധങ്ങൾ ഉണ്ടായിരുന്നത്. അങ്ങനെയുള്ള മലബാറിൽ, അങ്ങനെയുള്ള ഏറനാട്ടിൽ വന്നുകൊണ്ട് വെള്ളാപ്പള്ളിയെ പോലുള്ള ആളുകൾ ഇവിടെ വരുമ്പോൾ ശ്വാസം മുട്ടുന്നു എന്ന് പറയുമ്പോൾ, ഈ ശ്വാസം മുട്ടുന്ന ആളുകളോട് നിങ്ങൾ ഡോക്ടറെ കണ്ട് മൂക്ക് പരിശോധിപ്പിക്കണം എന്ന് പറയുന്നതിന് പകരം അദ്ദേഹം ഒരു വലിയ മഹാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അത്തരത്തിലുള്ള പ്രവണതകളെ പാടിപ്പുകഴ്ത്തുകയോ പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്തതിൻ്റെ ദുരന്തമാണ് ഇന്ന് കേരളത്തിലെ ഇടതുപക്ഷം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ നിലയിൽ നോക്കിയാൽ യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ ചരിത്രത്തെ, കേരളത്തിൻ്റെ സമൂഹത്തെ, കേരളീയ ജീവിതത്തെ ഒരു വലിയ സാമൂഹിക ഐക്യത്തിൻ്റെ ചരിത്രം, ഒരു പുതിയ പാഠമായിട്ട് ഇന്ത്യയുടെ ഇന്ന് ഡിവൈഡഡ് ആയിട്ട് ഇന്ത്യൻ സൊസൈറ്റിയിൽ, പരസ്പരം കലഹിക്കുന്ന, തർക്കിക്കുന്ന ഇന്ത്യൻ സൊസൈറ്റിയിൽ ഇന്ത്യക്കൊരു മാതൃകയായ രാഷ്ട്രീയ പാഠം നൽകാൻ ശേഷിയുള്ള ഈ നാട്ടിൽ അതിന് വ്യത്യസ്തമായ വിഭജനത്തിൻ്റേതായുള്ള ഒരു തലത്തിലേക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തെ കൊണ്ടുപോകുമ്പോൾ നമ്മൾ ഈ പാഠങ്ങൾ ഓർക്കേണ്ടതാണ്. നമ്മൾ ഈ ചരിത്ര പാഠങ്ങൾ വീണ്ടും വീണ്ടും ഓർത്തെടുക്കേണ്ടതാണ്. അങ്ങനെ ഓർത്തെടുക്കുന്ന സമയത്ത് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അന്നുണ്ടായിരുന്ന ആ നേട്ടങ്ങൾ, അന്നുണ്ടായിരുന്ന ആ മുന്നേറ്റങ്ങൾ, അന്നുണ്ടായിരുന്ന ബന്ധങ്ങൾ വീണ്ടും ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയിരുന്നുവെങ്കിൽ കേരളീയ സമൂഹത്തിൽ ഇന്ന് സംഭവിച്ചു കൊണ്ടിരിക്കുന്ന വളരെ ആഴത്തിലുള്ള വിഭാഗീയവൽക്കരണം, വർഗീയവൽക്കരണം, വലതുപക്ഷവൽക്കരണം, അതിനെ തടയാനുള്ള ശേഷി നമുക്കുണ്ടാവുമായിരുന്നു എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയൊക്കെ ആലോചിക്കാൻ സത്യത്തിൽ ഈ ഹബീബ് റഹ്മാൻ്റെ ഈ 36ാം ചരമവാർഷിക സമയത്ത്, ഈ ഒരു സമ്മേളനം നടക്കുന്ന സമയത്ത് അങ്ങനെയൊക്കെ ആലോചിക്കാൻ ഉള്ള അവസരം നൽകിയതിന് ഇതിൻ്റെ ഭാരവാഹികളോട് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നമസ്കാരം.